Hi friends, I am bijo varghese. Welcome back to Financial Server. സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് വളരെ മികച്ച യങ്സ്റ്റേഴ്സിന് പറ്റിയ പ്ലാനാണ്, അല്ലെങ്കിൽ വളരെ മികച്ച സീനിയർ സിറ്റിസൺ പ്ലാനാണ്, അതുമല്ലെങ്കിൽ മികച്ച മെറ്റേണിറ്റി പ്ലാനാണ് എന്നെല്ലാം. എന്നാൽ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് വളരെ മികച്ചൊരു പ്ലാനേ അല്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, വളരെ മികച്ച പ്ലാൻ അല്ല എങ്കിൽ എന്തിനാണ് റിവ്യൂ ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ വളരെ മികച്ച പ്ലാൻ അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നും. അതിനുള്ള കാരണം ഇതാണ്. കെയർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സുപ്രീം, ക്ലാസിക് എന്നീ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു. ആ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു BP ഉള്ളവർക്കും ഡയബറ്റിക് ഉള്ളവർക്കും ആസ്മ ഉള്ളവർക്കുമെല്ലാം ഈ പോളിസികൾ എടുക്കാമെന്ന്. എന്നാൽ നിലവിൽ ഏതു തരം രോഗമുള്ളവർക്കും എടുക്കാൻ കഴിയുന്ന ഒരു പോളിസിയാണ് കെയർ ഫ്രീഡം എന്നുള്ളത്. എന്നിരുന്നാലും ഇത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമുക്ക് പോളിസി ലഭിക്കുന്നത്. എന്നാൽ മറ്റ് കമ്പനികളിലെല്ലാം റിജക്റ്റ് ചെയ്ത പ്രൊപ്പോസൽസ് കെയർ ഫ്രീഡമിൽ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്നത് പോലെ വേറെ പോളിസികൾ ഒന്നും ഇല്ലാത്തതിനേക്കാൾ നല്ലതാണ് ഈ ഒരു പ്ലാൻ ഉള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോയ്ക്ക് നിങ്ങൾ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. കാരണം നിങ്ങളുടെ ലൈക്കാണ് ഈ ചാനലിന് കിട്ടുന്ന വലിയൊരു സപ്പോർട്ട്. അപ്പോൾ നമുക്ക് കെയർ ഫ്രീഡം പ്ലാനിന്റെ ഫീച്ചേഴ്സും ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് നോക്കാം. പോകാം സ്ക്രീനിലേക്ക്. ഈ പോളിസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. നിലവിൽ രോഗങ്ങളുള്ളവർക്കും മറ്റു കമ്പനികളിൽ നിന്നും പോളിസി ലഭിക്കാത്തവർക്കും പരിഗണിക്കാവുന്ന ഒരു പ്ലാനാണ് കെയർ ഫ്രീഡം എന്നത്. ഈ പോളിസിയെക്കുറിച്ച് വളരെ വിശദമായൊരു റിവ്യൂ അല്ല ഞാൻ ചെയ്യുന്നത്, ബേസിക് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽഡ് റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ പോളിസിയുടെ സം ഇൻഷുർഡ് എന്നത് 3 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ്. ഈ പോളിസിക്ക് 2 പ്ലാൻ ഓപ്ഷനുകളാണ് ഉള്ളത്. പ്ലാൻ 1ഉം പ്ലാൻ 2ഉം. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്ലാൻ 1ൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്ലാൻ 1ൻ്റെ സം ഇൻഷുർഡ് എന്നത് 3 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ്. പ്ലാൻ 2വിൽ 46 വയസ്സോ അതിനു മുകളിലുള്ളവർക്കോ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്ലാൻ 2വിൻ്റെ സം ഇൻഷുർഡ് എന്നത് 7 ലക്ഷവും 10 ലക്ഷവുമാണ്. പരമാവധി പ്രായം ഈ പോളിസിയിൽ പറയുന്നില്ല. ഈ പോളിസി ഇൻഡിവിജ്വലായും ഫാമിലി ഫ്ലോട്ടറായും എടുക്കാവുന്നതാണ്. 1 വർഷം, 2 വർഷം, 3 വർഷം എന്നീ കാലാവധിയിലേക്ക് ഈ പോളിസി എടുക്കാവുന്നതാണ്. 7 ലക്ഷം രൂപ വരെയുള്ള പോളിസിക്ക് ഷെയർഡ് റൂമാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്. 7 ലക്ഷമോ അതിനു മുകളിലുള്ള പോളിസിക്ക് സിംഗിൾ പ്രൈവറ്റ് AC റൂം ഉപയോഗിക്കാവുന്നതാണ്. ICU ചാർജായി 3 ലക്ഷം രൂപയുടെ പോളിസിക്ക് സം ഇൻഷുർഡിൻ്റെ 2%, മുകളിലുള്ള പോളിസിക്ക് യാതൊരുവിധ ലിമിറ്റും ഉണ്ടായിരിക്കുന്നതല്ല. 170ഓളം ഡേ കെയർ പ്രൊസീജിയറുകൾ ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. സം ഇൻഷുർഡിൻ്റെ 10% ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷന് ഈ പോളിസിയിൽ ലഭിക്കുന്നതാണ്. അടുത്തതാണ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്. വർഷത്തിലൊരിക്കൽ അൺറിലേറ്റഡ് ഇൽനെസ്സിന് റീസ്റ്റോറേഷൻ ഈ പോളിസിയിൽ ലഭ്യമാവുന്നതാണ്. റോഡ് ആംബുലൻസ് ചാർജായി 1000 rupees പെർ ഹോസ്പിറ്റലൈസേഷന് ലഭിക്കുന്നതാണ്. നോ ക്ലെയിം ബോണസ്, OPD, മെറ്റേണിറ്റി എന്നിവയൊന്നും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതല്ല. ഇനി നമ്മൾ നോക്കുന്നത് ഈ പോളിസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായ കോപേയ്മെന്റ് ആണ്. 70 വയസ്സിൽ താഴെയുള്ളവർക്ക് 20% കോപേയ്മെൻറ്റും 70 വയസ്സിന് മുകളിലുള്ളവർക്ക് 30% കോപേയ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ്. കോപേയ്മെൻറ്റ് പോലെ തന്നെ ചില രോഗങ്ങൾക്ക് സബ് ലിമിറ്റും ഈ പോളിസിയിൽ പറയുന്നുണ്ട്. ഞാൻ അവയുടെ ചാർട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡുകൾ നോക്കാം. സാധാരണ എല്ലാ പോളിസികളും പോലെ ആദ്യത്തെ 30 ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗങ്ങൾക്ക് കവറേജ് ലഭിച്ചു തുടങ്ങുന്നത്. എന്നാൽ ആക്സിഡൻറ്റിന് ഡേ 1 മുതൽ കവറേജ് ലഭിക്കുന്നതാണ്. സ്പെസിഫൈഡ് ഇൽനെസ്സിന് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡാണ് വരുന്നത്. ഇതിനുദാഹരണങ്ങളാണ് ഹെർണിയ, കാറ്ററാക്ട്, കിഡ്നി സ്റ്റോൺ, വെരിക്കോസ് വെയിൻ, ENT പ്രോബ്ലംസ്, ലിഗ്മെൻറ്റ്, പാൻക്രിയാറ്റിക്, പൈൽസ്, യൂട്രസ് റിലേറ്റഡ്, പൈലോനൈഡൽ സൈനസ്, ഓൾ ടൈപ്പ് ഓഫ് ട്രാൻസ്പ്ലാന്റ്, കൺജനീറ്റൽ ഇന്റേണൽ ഡിസീസ്, ശരീരത്തിലുണ്ടാവുന്ന ചെറിയ മുഴകൾ എന്നിവയെല്ലാം. ചുരുക്കി പറഞ്ഞാൽ സ്ലോ ഗ്രോത്ത് ഉള്ള മിക്ക രോഗങ്ങളും ഈ വെയിറ്റിംഗ് പീരീഡിൽ വരുന്നവയാണ്. ഓരോ കമ്പനിക്ക് അനുസരിച്ച് ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ്. കൂടുതൽ അറിയുന്നതിനായി നിങ്ങൾ വോർഡിങ്സ് നോക്കുക. നിലവിലെ രോഗങ്ങൾക്ക് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡാണ് വരുന്നത്. ഇതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എക്സ്ക്ലൂഷൻസ്. സാധാരണ കണ്ടുവരാറുള്ള എക്സ്ക്ലൂഷനാണ് സർക്കംസിഷൻ, കൺജനീറ്റൽ എക്സ്റ്റേണൽ ഡിസീസ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി
ഇന്റേണൽ സെൽഫ് ഇഞ്ചുറി, കോണ്ടാക്ട് ലെൻസ്, ഹിയറിംഗ് എയ്ഡ്സ്, ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, പ്ലാസ്റ്റിക് സർജറി, ഡേഞ്ചർ സ്പോർട്സ് തുടങ്ങിയവയൊക്കെ. ഓരോ കമ്പനിക്കനുസരിച്ച് ഇവയിലും ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ്. കൂടുതൽ അറിയാനായി നിങ്ങൾ വോർഡിങ്സ് നോക്കുക. പ്രീമിയം വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം മുൻപിലത്തെ പല വീഡിയോകളിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം അറിയണമെങ്കിൽ 9495530858 എന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫൈനാൻഷ്യൽ സർവിൻ്റെ സേവനം ഇന്ത്യയിൽ ഉടനീളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് പോളിസി എടുത്ത് തരിക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്. ക്ലെയിമിൻ്റെ സമയത്തും റിന്യൂവൽ സമയത്തും മറ്റവസരങ്ങളിലും ഞങ്ങളുടെ സൗജന്യ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് നെഗറ്റീവാണ്. ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു വളരെ ഒരു അട്രാക്റ്റീവായ പ്ലാൻ അല്ല ഇത് എന്ന്. അതുകൊണ്ട് തന്നെ കുറേ നെഗറ്റീവ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഞാനൊന്നും എടുത്തു പറയുന്നില്ല. ഹെൽത്ത് ഇൻഷുറൻസിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ്. ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. ഈ പോളിസിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാമെങ്കിൽ ഏതെങ്കിലും പോയിന്റ് ആഡ് ചെയ്യണമെങ്കിലോ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിനോ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. നിങ്ങൾ ഏത് പോളിസിയും എടുക്കുന്നതിന് മുമ്പായി അതിൻ്റെ ബ്രോഷറും വോർഡിങ്സും വായിച്ചിരിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ ഏതെല്ലാം രോഗങ്ങളാണ് സ്പെസിഫൈഡ് ഇൽനെസ്സിൽ വരുന്നതെന്നും ഏതെല്ലാമാണ് എക്സ്ക്ലൂഷൻ എന്നും മനസ്സിലാക്കിയിരിക്കുക. കൂടാതെ പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ്സ്, സബ്ലിമിറ്റ്സ്, കോപേയ്മെൻറ്റ്സ് എന്നിവയും അറിഞ്ഞിരിക്കണം. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി അറിയണമെങ്കിൽ മുൻപ് ഇതേക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്ലെയിം നിരസിക്കുന്ന സമയത്ത് ഇതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നും എനിക്കാരും ഒന്നും പറഞ്ഞു തന്നില്ലായിരുന്നു എന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലൂടെയാണെങ്കിൽ ഫൈനാൻഷ്യൽ സർവ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണെങ്കിൽ ഫൈനാൻഷ്യൽ സർവ് എന്ന പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫൈനാൻഷ്യൽ സർവിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സൈൻ ഓഫ്, ബിജോ. ഹാവ് എ നൈസ് ഡേ.